തലേ ദിവസത്തെ ആ മഴ നനയലും അതിനിടയിലെ അവൻ്റെ കുറുമ്പുകളും രാത്രി വൈകുവോളം നീണ്ടുനിന്ന ഇരുവരുടെയും പ്രണയ നിമിഷങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ സമയം എത്ര കടന്നുപോയെന്ന് അവർ പോലും അറിഞ്ഞില്ല. രാത്രി ഏറെ വൈകിയാണ് ഇരുവരും ഉറങ്ങാൻ കിടന്നത്. ജനലിന് പുറത്തുള്ള ആ മഴയുടെ നേരിയ ശബ്ദവും മുറിയിലാകെ പരന്നിരുന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും അവരുടെ മനസ്സിന് ഒരു പ്രത്യേക കുളിർമ നൽകി. പിറ്റേന്ന് രാവിലെ സാധാരണയേക്കാൾ വൈകിയാണ് അവൾ എഴുന്നേറ്റത്. കണ്ണു തുറന്നപ്പോൾ അവൾ ആദ്യം മുറിയിലൂടെ ചുറ്റും ഒന്ന് നോക്കി. മുറിയിൽ ഷോൺ ഇല്ലായിരുന്നു. ബെഡിൻ്റെ മറുവശം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്ര നേരത്തെ ആളിതെവിടെ പോയി? അവൾ സ്വയം ഒന്ന് പിറുപിറുത്തു. ഒരു നിമിഷം കിടക്കയിൽ തന്നെ കിടന്ന് കഴിഞ്ഞ രാത്രിയിലെ ആ മനോഹരമായ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് അവൾ ഒരു ചെറുപുഞ്ചിരിയോട് അനുഭവിച്ചു. പെട്ടെന്ന് കുളിച്ചിറങ്ങിയ നിദ്ര അലമാര തുറന്ന് ഏറെ ഇഷ്ടമുള്ള ഒരു സാരി എടുത്തു. കറുത്ത നിറത്തിൽ സിൽവർ സ്ട്രിപ്പുകൾ തിളങ്ങുന്ന ഷിമ്മർ സാരി. അത് ധരിച്ച ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊന്ന് ശരിയാക്കി. കറുപ്പും വെള്ളിയും ചേർന്ന ആ വേഷം അവൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ടായിരുന്നു. മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതിനാൽ ടവലും എടുത്ത് തലയും തുടച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. മുല്ലപ്പൂക്കൾ മുഴുവനും പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്. അതിൻ്റെ ആ മനം മയക്കുന്ന ഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവൾ ആ പൂക്കളൊക്കെ പെറുക്കിയെടുത്തു. മുല്ലപ്പൂക്കളെല്ലാം പെറുക്കിയെടുത്ത് ബാൽക്കണിയിലെ റെയിലിങ്ങിനോട് ചേർന്ന് നിന്ന് താഴേക്ക് നോക്കിയതും ബാൽക്കണിക്ക് നേരെ താഴെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന ഷോണിനെയാണ് കാണുന്നത്. കറുത്ത ഷർട്ടും കറുത്ത ബോർഡറോടു കൂടിയ വെളുത്ത മുണ്ടും അതായിരുന്നു അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ ആദ്യ 2 ബട്ടൺസ് തുറന്നു കിടപ്പുണ്ട്. അതിലൂടെ അവൻ്റെ രോമാവൃതമായ നെഞ്ച് കാണാം. ഷർട്ടിൻ്റെ സ്ലീവ് മുട്ടുവരെ മടക്കിയിട്ടുണ്ട്. ആ വേഷത്തിൽ അവൻ അതിസുന്ദരനായി കാണപ്പെട്ടു. ഒരു നിമിഷം അവൾ തൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയെ വായി നോക്കി നിന്നു. അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. അവൾ സ്വയമേ ഒന്ന് പറഞ്ഞ് വായ്നോട്ടം തുടർന്നു. കുറുമ്പ് നിറഞ്ഞ ചിരിയാൽ അവൾ കുറച്ച് മുല്ലപ്പൂക്കൾ എടുത്ത് അവൻ്റെ മേലേക്കെറിഞ്ഞ് ബാൽക്കണിയിൽ കുനിഞ്ഞിരുന്നു. മുകളിൽ നിന്ന് എന്തോ മൃദുവായി തോളിൽ വീണതെറിഞ്ഞ ഷോൺ ഒരു നിമിഷം സംസാരത്തിനിടയിൽ തന്നെ തല ഉയർത്തി നോക്കി. അവൻ്റെ മുടിയിലും തോളിലുമായി കുറച്ച് മുല്ലപ്പൂക്കൾ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ചുറ്റും നോക്കി. പക്ഷേ അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. അവൻ തൻ്റെ നോട്ടം മാറ്റി തൻ്റെ സംസാരം തുടർന്നപ്പോൾ നിദ്ര മെല്ലെ എഴുന്നേറ്റ് അതുപോലെ കുറച്ച് പൂക്കൾ എടുത്ത് വീണ്ടും അവൻ്റെ മേലേക്കിട്ടു. മുല്ലപ്പൂക്കൾ വീണ്ടും മുകളിൽ നിന്ന് പതിച്ചതും ഷോൺ ഇത്തവണ പെട്ടെന്ന് തന്നെ തല ഉയർത്തി നോക്കി. ബാൽക്കണിയുടെ റൈലിങ്ങിന് പിന്നിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന നിദ്രയുടെ സാരിയുടെ കറുത്ത അറ്റം അവൻ്റെ കണ്ണിൽ പെട്ടു. അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. "ഈ കുറുമ്പി നിനക്ക് വെച്ചിട്ടുണ്ട്," അവൻ മനസ്സിൽ പറഞ്ഞു. ഫോണിലെ സംഭാഷണം അവസാനിപ്പിച്ചവൻ ഫോൺ പോക്കറ്റിലിട്ടു. എന്നിട്ടും മുകളിലേക്ക് നോക്കാതെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ തന്നെ നിന്നു. ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എത്തി നോക്കിയ നിദ്രയ്ക്ക് അവൻ തന്നെ കണ്ടില്ലെന്ന് തോന്നി. ഇച്ചായനൊന്നും മനസ്സിലായില്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് പിറുപിറുത്തു. വീണ്ടും ഒരു പിടി മുല്ലപ്പൂക്കൾ എടുത്ത് അവൻ്റെ മേലേക്ക് വിതറിയതും ഇത്തവണ ഷോൺ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. പിടിക്കപ്പെട്ട കള്ളിയെപ്പോലെ നിദ്രയുടെ മുഖത്ത് ഒരു നാണപ്പുഞ്ചിരി വിരിഞ്ഞു. "അപ്പോൾ നീ ആയിരുന്നു അല്ലേ?" ഷോൺ താഴെ നിന്ന് ചോദിച്ചു. "ഞാനോ? ആരാ പറഞ്ഞേ? ഞാനെങ്ങുമല്ല," അവൾ കുസൃതിയോടെ തിരിച്ചു ചോദിച്ചു. "നീയല്ലാതെ മുല്ലപ്പൂക്കൾ കൊണ്ട് ആക്രമിക്കാൻ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ?" "എൻ്റെ ഇച്ചായ, ഇത് ആക്രമണമാണോ? ഞാൻ അനുഗ്രഹിച്ചതല്ലേ." "ഓഹോ, രാവിലെ തന്നെ അനുഗ്രഹം കിട്ടിയല്ലോ. ഇഷ്ടായില്ലേ?" "ഇഷ്ടാവാതെ പിന്നെ?" "പെരുത്തിഷ്ടായി. പക്ഷേ മുകളിൽ നിന്നിങ്ങനെ എറിയുന്നതിന് പകരം നേരിട്ട് തന്നാ കുറച്ചുകൂടി നന്നായേനെ. പൂക്കൾക്ക് പകരം വേറെ എന്തെങ്കിലും തന്ന് അനുഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അതുമാവാം." അവൻ തൻ്റെ ചുണ്ടുകൾ തടവിക്കൊണ്ട് പറയവേ നിദ്രയുടെ കവിളുകൾ ചുവന്നു. "അയ്യടാ, ഇപ്പം കിട്ടും, കാത്തിരുന്നു." അതും പറഞ്ഞവൾ ബാൽക്കണിയിലെ ചൂരൽ കസേരയിൽ ഇരുന്നുകൊണ്ട് പെറുക്കിയെടുത്ത മുല്ലപ്പൂക്കൾ കെട്ടിത്തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും വാതിലിനരികിൽ കാൽപെരുമാറ്റം കേട്ടവൾ തല ഉയർത്തി നോക്കിയതും ഷോൺ നേർത്തൊരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് അവളെ തന്നെ നോക്കുന്നുണ്ട്. ആ കറുത്ത സാരിയിൽ അവൾ അതിസുന്ദരിയായിരിക്കുന്നുവെന്ന് അവന് തോന്നി. ഒപ്പം അഴിഞ്ഞു കിടക്കുന്ന മുടി, നെറുകയിലെ സിന്ദൂരവും, നെറ്റിയിലെ കറുത്ത കുഞ്ഞുപൊട്ടും, കാതിലെ സിൽവർ ജിമിക്കിയും എല്ലാം കൂടി അവളുടെ സൗന്ദര്യം ഇരട്ടിച്ചു. വാതിലിനരികിൽ ചാരി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷോണിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത്
ആരാധനയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? മുല്ലപ്പൂക്കൾ കോർത്തുകൊണ്ട് നിദ്ര തല ഉയർത്തി ചോദിച്ചു. നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാവിലെ ഭഗവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലുണ്ട്. അവൻ നേർത്തൊരു പുഞ്ചിരിയോട് പറഞ്ഞു. അതെ, അടുത്ത ഡയലോഗ് എനിക്ക് മനസ്സിലായിട്ടോ. ആറാം തമ്പുരാനെ ഞാൻ 6 തവണയല്ല 7 തവണ കണ്ടിട്ടുണ്ട്. നിദ്ര പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. ഷോൺ ചെറുപുഞ്ചിരിയോട് അവളുടെ അരികിലേക്ക് നടന്നു. എടാ, അത് മോഹൻലാൽ പറയുന്നതല്ലേ, ഇത് ഞാൻ എൻ്റെ പെണ്ണിനോട് പറയുന്നത്. സത്യം, ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നീട് അവൾ കോർത്തു വെച്ച ആ മുല്ലപ്പൂക്കൾ അവൻ അവളുടെ മുടിയിൽ വെച്ചു കൊടുത്തു. മുല്ലപ്പൂക്കൾ മുടിയിൽ ചാർത്തി കൊടുത്ത ശേഷം ഷോൺ ഒരു നിമിഷം പിന്നിലേക്ക് മാറി അവളെ മുഴുവനൊന്ന് നോക്കി. ഇപ്പോഴാണ് പൂർണ്ണമായത്, അവൻ മൃദുവായി പറഞ്ഞു. നിദ്ര കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. എന്താ പൂർണ്ണമായത്? ഈ കറുത്ത സാരിയും നെറ്റിയിലെ പൊട്ടും പിന്നെ ഈ മുല്ലപ്പൂവും. ഇനി ആരെങ്കിലും കണ്ടാ എൻ്റെ ഭാര്യയെ നോക്കി നിൽക്കും. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. തിരിച്ചു പോകുമ്പോഴേ നമുക്ക് ഈ മുല്ലയുടെ തണ്ട് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ പിന്നെ നിനക്ക് ഇന്നത്തെ പോലെ എൻ്റെ മേലേക്ക് പൂക്കളെറിഞ്ഞ് കളിക്കാലോ. ഓ, അതിനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഡോക്ടർ സാറിന് ഇന്നത്തെ പോലെ മണത്ത് നോക്കാനാണെന്ന്. നിദ്ര ഉള്ളിലെ നാണം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട് ഷോണിൽ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെയൊരു ഉദ്ദേശവും ഇല്ലാതില്ല. അവളുടെ അരികിൽ വന്ന് അവളുടെ തലയിൽ കിടക്കുന്ന പൂവിലേക്ക് അവൻ മൂക്കടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ മുല്ലപ്പൂവിനെ ഇപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. അതെന്താ ഒരു പ്രത്യേക മണം? അവൾ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഷോൺ പതിയെ അവളുടെ കാതോരം ചുണ്ടടിപ്പിച്ചു. നിന്നെ ഓർമ്മിപ്പിക്കുന്ന മണം. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കവിളുകൾ ചുവന്നു. അവൾ വേഗം മുഖം തിരിച്ചു. ഇന്നലെ രാത്രി മുതൽ ഈ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നതേ നിന്റെ മുഖാണ്. നിദ്രയുടെ ഹൃദയം മൃദുവായി താളം തെറ്റി. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന ആ സ്നേഹം അവളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ഇരുവരും രാജേട്ടൻ്റെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച ശേഷം അവിടുത്തെ പ്രസിദ്ധമായ ദേവീ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയതും നിദ്രയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭക്തിഭാവം നിറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവൾ കൈകൂപ്പി ദേവിയെ മനസ്സിൽ വണങ്ങി. ഞാൻ തൊഴുതിട്ട് വരാം, ഷോണിനോട് പറഞ്ഞിട്ടവൾ ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. ഷോൺ കാറിൽ തന്നെ ഇരുന്നു. ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളെയും ചുറ്റുമുള്ള ശാന്തതയും നോക്കിക്കൊണ്ട് അവൻ അവളെ കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം തൊഴുതു മടങ്ങിയെത്തിയ നിദ്രയുടെ മുഖത്ത് ഒരു സംതൃപ്തി നിറഞ്ഞിരുന്നു. നെറ്റിയിൽ ചാർത്തിയ ചന്ദനക്കുറിയും കുങ്കുമവും അവളുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടിയിരുന്നു. കാറിനരികിലെത്തിയതും ഷോൺ അവളെ ഒന്ന് നോക്കി. അവൾ നേർത്തൊരു പുഞ്ചിരിയോടെ കാറിൽ കയറി. ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളി ചന്ദനം എടുത്തവൾ അവൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു. ആ നിമിഷം ഷോണിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രം ഒതുങ്ങി. എന്താ പ്രാർത്ഥിച്ചത്? കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ഷോൺ ചോദിച്ചു. നിദ്ര ഒരു നിമിഷം മിണ്ടാതിരുന്നു. പറഞ്ഞാൽ ഫലിക്കില്ലെന്നാ. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഊഹിക്കട്ടെ. വേണ്ട. ആ മറുപടി കേട്ടപ്പോൾ ഷോണിൻ്റെ മുഖത്തും ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കയ്യിൽ തൻ്റെ കൈ കോർത്ത് പിടിച്ചു. നിന്റെ പ്രാർത്ഥന ദേവി കേട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് സാധിച്ചു തരട്ടെ. അയ്യോ, അത്ര പെട്ടെന്നൊന്നും വേണമെന്നില്ല, പതിയെ മതി എന്നുള്ള പറച്ചിൽ കേട്ട് അവനിൽ ചിരി വിരിഞ്ഞു. ഷോൺ വണ്ടി മുന്നോട്ടെടുത്തതും നിദ്ര കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ക്ഷേത്രത്തിൻ്റെ ഗോപുരം പതിയെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. ഇങ്ങനെ കൈകോർത്തുള്ള ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുതേ എന്ന്. അവിടെ നിന്ന് ഇരുവരും ചെന്നത് കായലോരത്തേക്കാണ്. അവിടുത്തെ വഞ്ചി യാത്ര ഏറെ കേൾവി കേട്ടതായിരുന്നു. കായലിൻ്റെ തീരത്തെത്തിയതും നിദ്രയുടെ കണ്ണുകൾ കൗതുകത്താൽ വിടർന്നു. ശാന്തമായി പരന്നു കിടക്കുന്ന ജലാശയവും അതിലൂടെ മന്ദഗതിയിൽ നീങ്ങുന്ന വഞ്ചികളും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് കുട്ടിത നിറഞ്ഞ സന്തോഷം വിരിഞ്ഞു. എൻ്റെ ഇച്ഛായ, എന്ത് മനോഹരാണ് ഇവിടെ അല്ലേ? അവൾ ആവേശത്തോടെ അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ഷോണൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വഴിയോരത്ത് കുപ്പിവളക്കാരനെ കണ്ടതും ഷോൺ നിദ്രയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് നടന്നു. അവരെ കണ്ടതും പ്രായമായ കുപ്പിവളക്കാരൻ പുഞ്ചിരിയോടെ പല നിറങ്ങളിലുള്ള വളകൾ അവരുടെ മുന്നിലേക്ക് നിരത്തി. കറുപ്പും പച്ചയും നീലയും ചുവപ്പും
സ്വർണ്ണ നിറവും കലർന്ന വളകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിന്നു. അവൻ കറുത്ത കുപ്പിവള ഒരു സെറ്റ് എടുക്കാൻ പറഞ്ഞു. വളക്കാരൻ പുഞ്ചിരിയോടെ വളകൾ അവൾക്ക് നേരെ നീട്ടി. പക്ഷെ അത് വാങ്ങിയത് ഷോണായിരുന്നു. അവൻ നിദ്രയുടെ കൈ തൻ്റെ കൈകളിലേക്ക് എടുത്തു. വളരെ കരുതലോടെ അവൻ ഓരോ വളയും അവളുടെ കൈയിലേക്ക് അണിയിച്ചു. കുപ്പിവളകൾ തമ്മിൽ തട്ടിയപ്പോൾ ഉയർന്ന കിലുക്കം കായൽ കാറ്റിനൊപ്പം ഒഴുകിപ്പോയി. അവസാനത്തെ വളയും അണിയിച്ച ശേഷം അവൻ അവളുടെ കൈ ഉയർത്തി പിടിച്ചു നോക്കി. ഇപ്പോഴാ ശരിക്കും പൂർണ്ണമായത്. എന്ത് പൂർണ്ണമായെന്ന് അവൾ ചോദിച്ചു. ഈ കായലിൻ്റെ ഭംഗിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയില്ലേ? അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കവിളുകൾ ചുവന്നു. സോപ്പിടുന്നതിലെ ഇച്ചായനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞതാ പെണ്ണെ. മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ മെല്ലെ അടിച്ചു. അതിനുശേഷം ഇരുവരും കൈകോർത്തുകൊണ്ട് വഞ്ചിത്തുറയിലേക്ക് നടന്നു. കായലിൽ നിന്ന് വീശിയെത്തിയ തണുത്ത കാറ്റ് നിദ്രയുടെ മുടിയിഴകളെ തഴുകി കടന്നുപോയി. അവളുടെ കൈകളിലെ ആ പുതിയ കുപ്പിവളകൾ ഓരോ ചുവടിലും കിലുങ്ങിക്കൊണ്ടേയിരുന്നു. ജനനിക്ക് പനിയായതിനാൽ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ് അവളുടെ അമ്മൂമ്മ സരോജിനി. ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ അമ്പാടി ബസ് വന്ന് നിർത്തിയത്. ആ ബസ് കണ്ടതും അവളുടെ മുഖത്തെ നിറം മങ്ങി. കണ്ണുകൾ അറിയാതെ ബസ്സിൻ്റെ ജനലുകളിലൂടെ ആരെയോ തിരയാൻ തുടങ്ങി. അമ്മൂമ്മ സരോജിനി ബസ്സിൽ കയറാൻ ഒരുങ്ങിയതും ജനനി പെട്ടെന്ന് തടഞ്ഞു. അമ്മൂമ്മ, നമുക്ക് അടുത്ത ബസ്സിൽ കയറാം. എന്താ കുട്ടി പറയണേ? ഇനി അടുത്ത ബസ് വരാനേ അരമണിക്കൂർ കഴിയണം. എന്നാൽ പിന്നെ നമുക്ക് ഓട്ടോയിൽ പോയാലോ? ജാനീത് ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ബസ് വെച്ച് ഓട്ടോയിൽ പോവാനോ? എന്താ കുട്ടിയെ നിനക്ക് പറ്റിയേ? അതും പറഞ്ഞ് സരോജിനി അവളുടെ കൈ പിടിച്ച് ബസ്സിനരികിലേക്ക് നടന്നു. ജനനി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ബസ്സിൽ കയറാൻ കാലുകൾ മുന്നോട്ട് പോകുമ്പോഴും മനസ്സ് പിന്നിലേക്ക് വലിക്കുകയായിരുന്നു. ബസ്സിൻ്റെ പടികൾ കയറി അകത്തേക്ക് നോക്കിയ ജനനിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നിഖിലിനെ കണ്ടതും അവളുടെ ഹൃദയം എന്തിനെന്നറിയാതെ ഉച്ചത്തിൽ മിടിച്ചു. ജനനി അവൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി പിന്നിലോട്ട് പോകാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ സരോജിനി അമ്മ അവളുടെ കൈ പിടിച്ച് ഡ്രൈവറുടെ നേരെ എതിർവശത്തുള്ള സീറ്റിലിരുത്തി. ഇവിടെ ഇരുന്നാലേ നല്ല കാറ്റ് കിട്ടുമോളെ, അമ്മൂമ്മ സാധാരണ മട്ടിൽ പറഞ്ഞു. ജനനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ സീറ്റിൽ ഒതുങ്ങിയിരുന്നു. ഹൃദയം മാത്രം അസ്വസ്ഥമായി മിടിച്ചുകൊണ്ടിരുന്നു. പുറത്തേക്ക് മിഴികൾ നട്ടിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന നിഖിൽ ബസ്സിൻ്റെ ബെൽ മുഴങ്ങിയതും ചിന്തകൾക്ക് വിരാമമിട്ട് തിരിഞ്ഞു. പതിവ് പോലെ യാത്രക്കാരെ ഒന്ന് വീക്ഷിച്ച അവൻ്റെ കണ്ണുകൾ മുന്നിലെ സീറ്റിൽ ഇരുന്നിരുന്ന ജനനിലേക്ക് പതിഞ്ഞ നിമിഷം അവനൊന്ന് സ്തംഭിച്ചു. ഒരു നിമിഷത്തേക്ക് സമയം തന്നെ നിലച്ചു പോയതുപോലെ സ്റ്റിയറിങ്ങിൽ പിടിച്ചിരുന്ന വിരലുകൾ മുറുകി. ജനനി അറിയാതെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചുപോയി. വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് കാണാഞ്ഞതും കിളി ഒന്നുകൂടെ ബെൽ മുഴക്കി. തൻ്റെ ഹൃദയതാളം പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നിഖിൽ വണ്ടി മുന്നോട്ടെടുത്തു. ജനനി ശ്വാസം അടക്കി പിടിച്ചു. അവനെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. നിഖിൽ വണ്ടി മുന്നോട്ടെടുത്തെങ്കിലും അവൻ്റെ മനസ്സ് സ്റ്റിയറിങ്ങിലായിരുന്നില്ല. മുന്നിലെ റോഡിലേക്ക് കണ്ണുകൾ പതിഞ്ഞിരുന്നെങ്കിലും എന്തിനെന്നറിയാതെ അവൻ്റെ നോട്ടം ഇടയ്ക്കിടെ ജനനിയിലേക്ക് വഴുതി വീണു. പക്ഷെ അവൾ തല ഉയർത്തിയില്ല. ജനലിന് പുറത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. തങ്ങളുടെ സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു പോയി. ബസ് അടുത്ത സ്റ്റോപ്പിൽ നിന്നതും സരോജിനി അമ്മയ്ക്ക് പരിചയമുള്ള 45 പ്രായമുള്ള ഒരു സ്ത്രീ കയറി വന്നതും കിട്ടിയ അവസരം മുതലാക്കി ജനനി അവിടുന്ന് എഴുന്നേറ്റ് അവർക്ക് സീറ്റ് നൽകി. ജനനി പിന്നിലേക്ക് പോവാനൊരുങ്ങിയതും എങ്ങോട്ടായി തള്ളിപ്പോകുന്നത്, അങ്ങോട്ട് മാറി നിന്നേ എന്നുള്ള കണ്ടക്ടറുടെ ഡയലോഗും ഒരു സ്കൂൾ കുട്ടി ചായടിക്കയറി വന്ന് അവളുടെ മേലേക്ക് തട്ടിയതും രണ്ടും കൂടി ആയതും ഡ്രൈവറുടെ നേരെ പിന്നിൽ നിന്നിരുന്ന അവൾ മുന്നിലേക്ക് വേച്ചുപോയി. ഒരു നിമിഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വീഴാൻ പോകുന്ന ജനനിയെ കണ്ടതും നിഖിലിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റേ കൈ സ്വാഭാവികമായി മുന്നോട്ട് നീണ്ടു. അവളുടെ തോളിൽ പതിഞ്ഞ ആ കൈ അവളെ വീഴാതെ താങ്ങി നിർത്തി. ജനനി ഒരു നിമിഷം അവൻ്റെ നെഞ്ചിനരികിലേക്ക് ചാഞ്ഞു പോയിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആ നിമിഷം ബസ്സിലുണ്ടായിരുന്ന ശബ്ദങ്ങളൊന്നും അവർ കേട്ടില്ല. സൂക്ഷിച്ച്, നിഖിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടതും ജനനിയുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിച്ചു. വേഗം നേരെ നിന്ന് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് മാറി നിന്നു. സോറി, അവൾ വളരെ പതുക്കെ പറഞ്ഞു. നിഖിലൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ജനനി അവൻ്റെ നേരെ പിറകിലായി കമ്പിയിൽ മുറുകെ പിടിച്ചു നിന്നു. ബസ്സിൻ്റെ കുലുക്കത്തിനൊത്ത് അവളുടെ ഹൃദയവും അശാന്തമായി താളം തെറ്റുന്നുണ്ടായിരുന്നു.
അവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ ഇടയ്ക്കിടെ റിയർ മിററിലേക്ക് നീളുന്നുണ്ടായിരുന്നു. മിററിലൂടെ കാണുന്ന അവളുടെ മുഖം ഓർമ്മകളെ ഒന്നൊന്നായി മനസ്സിലേക്ക് വലിച്ചിഴച്ചു. കുറച്ചു ദൂരം പിന്നിട്ടതും ബസ് ഒരു കുലുക്കത്തോടെ ഒന്ന് വിറച്ചു. എന്താ? മുന്നിലിരിക്കുന്ന ഒരു യാത്രക്കാരൻ ചോദിച്ചു. നിഖിൽ ഉടൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. കുറച്ച് നിമിഷങ്ങൾ പരിശോധിച്ച ശേഷം അവൻ പുറത്തേക്കിറങ്ങി. കണ്ടക്ടറും പിന്നാലെ ചെന്നു. ടയർ പഞ്ചറാണ്. കുറച്ചു കഴിഞ്ഞ് കണ്ടക്ടറുടെ ശബ്ദം കേട്ടു. ബസ്സിനുള്ളിൽ ചെറിയൊരു നിരാശ പടർന്നു. ചില യാത്രക്കാർ ഇറങ്ങി പുറത്തു നിന്നു. ചിലർ ഫോണിൽ ആരെയോ വിളിച്ചു. കിളിയും കണ്ടക്ടറും ടയർ മാറ്റിവെക്കാൻ തുടങ്ങിയതും നിഖിൽ ബസ്സിനകത്തേക്ക് കയറി വന്നു. ആരും പരിഭ്രാന്തരാവേണ്ട, ഇപ്പം ശരിയാവും, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സീറ്റിലിരുന്നു. മിററിലേക്ക് കണ്ണ് നീളാതിരിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ഫോൺ എടുത്ത് അതിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഈ സമയം സരോജിനി അമ്മയും മറ്റേ സ്ത്രീയും സംസാരിക്കുകയാണ്. അവരുടെ സംസാരം നിഖിലിൻ്റെ കാതിലെത്തി നിന്നു. ഇത് രാജിയുടെ മോളാണല്ലേ? ജനനിയെ ചൂണ്ടി ആ സ്ത്രീ ചോദിച്ചു. അതെ, ഇന്നലെ തൊട്ട് കുട്ടിക്കൊരു വയ്യായിക, ഡോക്ടറെ കണ്ടിട്ട് വരിക. ആ വാചകം കേട്ടപ്പോൾ നിഖിലിൻ്റെ കണ്ണുകൾ മിററിലേക്ക് നീണ്ടു. അവളുടെ മുഖത്തെ ക്ഷീണം അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. സരോജിനി അമ്മ, രാജിയും ഭർത്താവും ഇപ്പോഴും ഗൾഫിൽ തന്നെയാണല്ലേ? അതെ, ഇവളും അവരുടെ കൂടെ തന്നെയായിരുന്നു. നാട്ടിലേക്ക് വന്നിട്ട് 2 മാസമായി. ഡിഗ്രി കഴിഞ്ഞു, ഇനി ഇവിടെ പഠിക്കണം എന്ന് പറയുക. പക്ഷേ ഇന്നലെ തൊട്ട് പറയാ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന്. ആ വാക്കുകൾ എന്തോ നിഖിലിനെ വേദനിപ്പിച്ചു. കുട്ടിക്കിപ്പോൾ കല്യാണം നോക്കുന്നുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പം പഠിക്കുകയല്ലേ. പക്ഷേ ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ഇന്നലെയും കൂടി ഒരു ആലോചന വന്നു. നല്ല കൂട്ടരാ, നമ്മുടെ വടക്കേലെ സാവിത്രിയുടെ മോൻ. ഭയം മെടുക്കനാ, പോലീസാ. പോലീസെന്ന് കേട്ടപ്പോൾ രാജിക്കൊരു താല്പര്യക്കുറവ്. സരോജിനി അത്രയും പറഞ്ഞു നിർത്തി. സരോജിനി അമ്മ, എൻ്റെ മോൻ മനുവിനറിയാലോ, അവൻ എൻജിനീയറാ. നല്ല ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ട്. അവനിവളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടത്രേ. അവന് കുട്ടിയെ ഇഷ്ടമായെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവൻ്റെ അച്ഛനോടും കാര്യം സൂചിപ്പിച്ചു. ആൾക്കും എതിരഭിപ്രായമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. ആ സ്ത്രീയുടെ വാക്കുകൾ ബസ്സിനുള്ളിലെ നിശബ്ദതയിൽ വ്യക്തമായി കേട്ടു. ജനനി ഞെട്ടലോടെ തല ഉയർത്തി. അയ്യോ, അങ്ങനെ കാര്യമായിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. സരോജിനി അമ്മ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവരോട് കൂടി ഒന്ന് ആലോചിക്കണം. മതി, അത് മതി, ഞാൻ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. സ്ത്രീ വീണ്ടും ചിരിച്ചു. അവരുടെ സംഭാഷണം അവിടെ തന്നെ അവസാനിച്ചെങ്കിലും ആ വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ കൊടുങ്കാറ്റായി മാറിയിരുന്നു. ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന നിഖിലിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. കല്യാണം, ആലോചന, ഇഷ്ടം, ഓരോ വാക്കും അവൻ്റെ നെഞ്ചിലേക്ക് ഭാരമായി വീണു. അവൻ അറിയാതെ വീണ്ടും മിററിലേക്ക് നോക്കി. ജനനി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിലും എന്തോ അസ്വസ്ഥത നിറഞ്ഞിരുന്നു. അവളും ആ സംസാരം കേട്ടിരുന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ മിററിലൂടെ തമ്മിൽ കൂട്ടിമുട്ടി. ആദ്യം നോട്ടം മാറ്റിയത് ജനനിയായിരുന്നു. നിഖിലിൻ്റെ ഹൃദയത്തിൽ അപ്പോൾ വിചിത്രമായൊരു വേദന പടർന്നു. അവൾക്ക് മറ്റൊരാളുമായി വിവാഹം ആലോചിക്കുന്നുണ്ടോ? ആ ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അബിക്ക് സനീഷിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് അവളോടുള്ള ഇഷ്ടം അവൻ ഉപേക്ഷിച്ചതാണ്. കൂട്ടുകാരൻ്റെ പെണ്ണിനെ മനസ്സിലിട്ട് നടക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അല്ലെങ്കിലും തനിക്ക് അവളോട് പ്രണയം തോന്നിയത് ആ വള തന്നത് മുതലല്ലേ? താൻ സ്നേഹിച്ചത് അഭിയാണോ? അല്ല, തന്നെ സഹായിച്ച ആ ഹൃദയത്തിനുടമയല്ലേ? ശരിക്കും അത് ജനനിയായിരുന്നില്ലേ? അപ്പോൾ തൻ്റെ സ്നേഹം അവൾക്ക് അവകാശപ്പെട്ടതല്ലേ? അവൻ്റെ മനസ്സിലൂടെ അവൾ തൻ്റെ ഷർട്ട് നെഞ്ചോടടുപ്പിച്ച് നിന്ന നിമിഷം കടന്നുപോയി. അടുത്ത നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അന്ന് പനിച്ചു കിടക്കുമ്പോൾ അവ്യക്തമായി കണ്ട ആ രൂപമാണ്. അവൾ പുതപ്പിച്ചതും അവളുടെ വള പൊട്ടിയതും. ഒരു നിമിഷം നിഖിലിൻ്റെ കണ്ണുകൾ കമ്പിയിൽ പിടിച്ചിരുന്ന അവളുടെ ഇടത് കൈയിലേക്ക് നീണ്ടു. അവിടെ ഒരു മുറിവിൻ്റെ പാട് കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജി വിളിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ കേട്ടോ, പറ്റിയാൽ നമുക്കിത് ഉറപ്പിക്കാം. സരോജിനി അമ്മയുടെ വാക്കുകൾ കേട്ട നിഖിലിൻ്റെ മനസ്സ് ഒരു നിമിഷം അസ്വസ്ഥമായി. മുഖത്ത് അതൊന്നും പ്രകടമാക്കാതെ ഒരു ചെറുപുഞ്ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു. ജനനിയിലേക്ക് അറിയാതെ അവൻ്റെ നോട്ടം നീണ്ടു. പുറത്തേക്കുള്ള മഴയെ നോക്കുകയായിരുന്നു അവൾ. അപ്പോഴേക്കും പുറത്തു നിന്ന് കിളിയുടെ ശബ്ദം ഉയർന്നു. ടയർ റെഡി, വണ്ടി പോട്ടെ. അതോടൊപ്പം ബസ്സിൻ്റെ ബെൽ മുഴങ്ങി. നിഖിൽ ചിന്തകളിൽ നിന്നും ഉണർന്നു. എൻജിൻ വീണ്ടും ജീവൻ വെച്ചു. മൃദുവായി ബസ് മുന്നോട്ട് നീങ്ങി.
പുറത്ത് ചാറ്റൽ മഴ പെയ്യുകയായിരുന്നു. മഴത്തുള്ളികൾ ചില്ലകളിൽ പതിഞ്ഞ് ഒഴുകിയിറങ്ങുമ്പോൾ ബസ്സിനുള്ളിൽ ഒരു പ്രത്യേക നിശബ്ദത നിറഞ്ഞു. യാത്രക്കാർ പലരും മയക്കത്തിലായിരുന്നു. ഒപ്പം ബസ്സിലെ സ്റ്റീരിയോയിൽ ഒരു മനോഹരമായ പ്രണയഗാനം മുഴങ്ങി. ഇതേ സമയം മറ്റൊരിടത്ത് തറവാട്ടിലെ പുറം പണിക്കാരൻ വേലായുധനും ഒരാളും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ആ ഡോക്ടറുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കണം. ഒരിക്കലും ആ പെണ്ണിത് കഴിക്കരുത്. ഇത് മാസ്റ്ററുടെ പ്രത്യേക ഓർഡറാണ്. അയാൾ ചെറിയൊരു കുപ്പി വേലായുധന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാറേ, ഞാൻ പിടിക്കപ്പെടില്ലേ? ഇല്ലടോ, ഇത് മറ്റൊന്നിൻ്റെ കൂടെ കലർന്ന എന്താണെന്ന് പോലും കണ്ടെത്താൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതും പറഞ്ഞ അയാൾ വേലായുധന് കുറച്ച് നോട്ടുകൾ നീട്ടി. അത് കണ്ടതും വേലായുധൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ നൽകിയ മരുന്ന് കലർത്തിയ നാടൻ കള്ളുമായി വേലായുധൻ തറവാട് വീടിനകത്തേക്ക് നടന്നു. കള്ളിൻ്റെ കുപ്പി അകത്തി വെച്ച് അയാൾ പുറത്തിറങ്ങിയതും നേരെ ചെന്നപ്പെട്ടത് രാജേട്ടൻ്റെ മുന്നിലും. നിനക്കെന്താ ഇവിടെ കാര്യം? അയാൾ ചോദിച്ചു. അത് പിന്നെ ഡോക്ടർ സാറ് പറഞ്ഞിരുന്നു നാടൻ കള്ള് വേണമെന്ന്. അതകത്ത് വെച്ചുള്ള വരവാ. അത് കേട്ടതും രാജേട്ടൻ ഒന്ന് മൂളി. പൊയ്ക്കോ. രാജേട്ടൻ അത് പറഞ്ഞതും അവൻ അകത്തേക്കൊന്ന് നോക്കി നിഗൂഢമായ ചിരിയോടെ പുറത്തേക്ക് നടന്നു.